ഹലോ, ഹായ്, എല്ലാ സൗഹൃദങ്ങൾക്കും സ്നേഹം. ഏതൊരു മനുഷ്യനും അവൻ ജനിക്കുമ്പോൾ തൊട്ട് കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചുറ്റുമുള്ള ആളുകൾ, ഇവരുടെ എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള പ്രഭാവം അയാളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ജീവിതം കുറച്ചേറെ മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു മനുഷ്യനും തങ്ങൾ കടന്നു വന്ന വഴിയിൽ തങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ, അതിൽ നിന്ന് ചില വിശ്വാസങ്ങൾ തങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് സൂക്ഷിച്ചു വയ്ക്കും. അത് ശരിയാണെന്നോ തെറ്റാണെന്നോ അതിനെക്കുറിച്ച് പൂർണ്ണമായും അവർ അവലോകനം ചെയ്യണം. അവർക്കത് ശരിയായിരിക്കും. തെറ്റാണെങ്കിൽ കൂടി തങ്ങളുടെ ചിന്താഗതി മാറ്റാൻ അവർ തയ്യാറാവുകയില്ല. മനുഷ്യരെല്ലാം വ്യത്യസ്തമാണ്. ഒരു സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് എടുത്താൽ ഒരാൾ പ്രതികരിക്കുമ്പോഴല്ല മറ്റൊരാൾ അതിനെതിരെ പ്രതികരിക്കുന്നത്. എങ്ങനെയാണോ അവർക്ക് കടന്നു വന്ന അനുഭവങ്ങൾ, വിശ്വാസങ്ങൾ അവരുടെ മനസ്സിൽ അടിയുറച്ചിട്ടുള്ളത്, അതിനനുസരിച്ചായിരിക്കും അവർ ഓരോരുത്തരുടെയും പ്രതികരണം. നാം ഉൾപ്പെടെയുള്ള ഏതൊരു മനുഷ്യനും തങ്ങളുടെ മനസ്സിന്റെ അലയടികൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് മാത്രമേ സാധിക്കാറുള്ളൂ. കാഴ്ച കാണുന്നവർ, അവർക്ക് മനസ്സിലാകുന്നത് പുറമേയുള്ള പെരുമാറ്റം, പുറമേയുള്ള അവരുടെ മുഖത്തെ ഭാവങ്ങൾ, അതനുസരിച്ച് മാത്രമാണ്. പക്ഷേ നാം എന്നുള്ള വ്യക്തിയെ മനസ്സിലാക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. ചില കാര്യങ്ങൾ സത്യമാണെങ്കിൽ കൂടി നാം എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാലും ചില ആളുകൾക്ക് മനസ്സിലാവില്ല. അവിടെ അത് അവരുടെ മാത്രം കാഴ്ചപ്പാടാണ്. പക്ഷേ നാം വല്ലാതെ മാനസികമായി തകർന്നു പോകും. ഇവിടെ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ, നമ്മുടെ വ്യക്തിത്വം അതിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, എല്ലാവരുടെയും എല്ലാ ചോദ്യങ്ങൾക്കും എല്ലായ്പ്പോഴും മറുപടി പറയേണ്ടതില്ല. നിങ്ങളോട് ചോദിക്കപ്പെടുന്ന ഏതൊരു ചോദ്യവും അതിന് കൃത്യമായി നിങ്ങൾ മറുപടി കൊടുത്താലും ചില ആളുകൾ അവരുടെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ തയ്യാറാവുകയില്ല. നാം നമ്മെ 100% സത്യസന്ധമായി അവിടെ വിവരിച്ചാൽ പോലും ചിലപ്പോൾ അവർക്ക് മനസ്സിലായെങ്കിൽ കൂടി അവരവരുടെ ചില വിശ്വാസങ്ങളിൽ നിന്ന് അത് തിരുത്താൻ തയ്യാറാവുകയില്ല. നമ്മുടെ സമയം, എനർജി ഒക്കെയാണ് ഇവിടെ നഷ്ടമാകുന്നത്. ഞാൻ ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് വ്യക്തമാക്കാൻ എത്രയൊക്കെ നാം സമയവും എനർജിയും വേസ്റ്റ് ചെയ്താലും അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് നാം അതിന് ശ്രമിക്കുന്നത്? അവരെന്താണോ നമ്മെ കുറിച്ച് ധരിച്ചിരിക്കുന്നത് അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. അത് നിങ്ങളെ ബാധിക്കേണ്ട ഒരു കാര്യവുമില്ല. അതങ്ങ് അവഗണിച്ചേക്കുക. നിങ്ങൾ ചിലപ്പോൾ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കിയെന്നിരിക്കും, പക്ഷെ അതിനപ്പുറം 10 പേരുണ്ടായെന്നിരിക്കും. എത്ര പേരെ നമുക്ക് നമ്മുടെ വ്യക്തം മനസ്സിലാക്കേണ്ടി വരും? എന്തിനാണ് നമ്മുടെ സമയവും എനർജിയും ഒക്കെ ഇങ്ങനെ ചിലവാക്കി കളയുന്നത്? എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അവരുടെ എല്ലാം അംഗീകാരത്തോടുകൂടി നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മനുഷ്യരാണ്, പല പല വികാരങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. നമ്മോട് അസൂയ തോന്നുന്നവർ കാണും, നമ്മോട് വൈരാഗ്യം, ദേഷ്യമൊക്കെ ഉള്ളവരും നമുക്ക് ചുറ്റും ഉണ്ടാകും. നാം ഒന്ന് മനസ്സിലാക്കുക, നമ്മെ നിയന്ത്രിക്കുന്ന ഒരു പ്രപഞ്ച ശക്തി എപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. ഒരു സംരക്ഷണ കവചം പോലെ അത് നമ്മെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. കർമ്മം അതിന്റെ ഫലം മാത്രമാണ് നമ്മിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മുടെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക. എപ്പോഴും മറ്റുള്ള ആളുകളുമായി ഒരു അകലം പാലിക്കാൻ ശ്രമിക്കുക. അടുപ്പങ്ങൾ നല്ലതാണ്, പക്ഷേ എല്ലായ്പ്പോഴും അവിടെ ഒരു അകലം പാലിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടി മനസ്സമാധാനത്തോടെ, കുറച്ചുകൂടി സന്തോഷമായി മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാവർക്കും ശുഭദിനം.